ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് പാവയ്ക്ക കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. അതിനായിട്ട് പാവയ്ക്ക, തക്കാളി, പച്ചമുളക് കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് 3 വിസിൽ വേവിച്ച് മാറ്റി വയ്ക്കുക. ഇതിനായിട്ട് ഒരു മുറി തേങ്ങ തിരുമിയതും കുറച്ച് ജീരകവും 4 ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു പാൻ എടുത്തിട്ട് കടുക് താളിക്കാനുള്ളതാണ്. ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, കടുക് ഇവ ചെറിയ ഉള്ളി ആദ്യം ഇട്ട് മൂപ്പിച്ചിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങൾ ഇടാൻ. ഇല്ലെങ്കിൽ കടുക് പൊട്ടാൻ വൈകും. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഗ്രേവി നമ്മുടെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. തിക്കായിട്ടിരിക്കണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുക, കുറച്ച് ഗ്രേവി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഗ്രേവി എല്ലാം ഒഴിച്ച് കഴിഞ്ഞ് കുറച്ച് നമ്മൾ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ കുക്കറിലുള്ള വെന്ത പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്ക കറി റെഡിയാണ്. പിന്നെ പാവയ്ക്കയ്ക്ക് കയ്പ്പുണ്ടെന്ന് പറഞ്ഞാൽ അധികം ഇങ്ങനെ പച്ചയ്ക്ക് അരച്ചാൽ കയ്പ്പാണ്, കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. തക്കാളിയും കൂടെ ചേർത്തത് കൊണ്ട് ആ പാവയ്ക്കയുടെ കയ്പ്പൊന്ന് ബാലൻസ് ആവുന്നുണ്ട്. അപ്പം വറുത്തരച്ച് കഴിക്കുന്നത് ഹെൽത്തിന് അത്ര നല്ലതല്ലെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പച്ചയ്ക്കും ഇതുപോലൊരു കറിയൊക്കെ വെച്ചിട്ടൊന്ന് കൂട്ടി നോക്കണം. അപ്പോൾ ഇത് നല്ല കറിയാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ ആ മെഴുക്ക് പുരട്ടിയൊക്കെ വെക്കുമ്പോഴുള്ള ചെറിയ ഒരു കയ്പ്പ് മാത്രമേ ഇങ്ങനെ കറി വെച്ചാലും ഉള്ളൂ. കഴിക്കാൻ നല്ല രസമാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.